ശ്രീനാഥ് ഭാസിയും ഷൈൻ ടോം ചാക്കോയും ഒക്കെ ഇതിൻ്റെ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് പലപ്പോഴും അവരുടെ പേര് ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ ഇത്രയധികം ലഹരി സിനിമാ സെറ്റുകളിലേക്ക് ഇവർക്ക് വേണ്ടി മാത്രം വരുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. കാരണം ഇത്രയും അടിച്ചു കയറ്റാനുള്ള ആരോഗ്യമൊന്നും ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ഭാസിക്കും ഇല്ലല്ലോ. അല്ല 2 കോടിയുടെ കഞ്ചാവാണ് പിടിച്ചത് അതാ ഈ പറയുന്ന സുൽത്താൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇത് മറ്റാർക്കൊക്കെ പോകുന്നു, സിനിമാ സെറ്റിലേക്ക് എന്തായാലും വരുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ഷൈൻ ടോം ചാക്കോ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ചാടി ഓടി പോകുന്ന സമയത്തും അവിടെ ആരോ വന്നിരുന്നു, 20,000 രൂപയുടെ ക്യാഷ് ഇടപാട് നടന്നിരിക്കുന്നു, ഒരു സ്ത്രീ അടക്കം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇത് സിനിമാ ലോകത്ത് ഇത്തരത്തിൽ ലഹരി ഇങ്ങനെ ഒഴുകുന്നൊരു സാഹചര്യം വന്നാൽ അത് സിനിമയെ ദോഷകരമായി തന്നെ ബാധിക്കും. പല സിനിമകളും നമുക്കതിൻ്റെ കണ്ടൻറ്റ് കാണുമ്പോൾ ഇത് കഞ്ചാവ് അടിച്ചിട്ടാണോ ഈ സിനിമ ചെയ്യുന്നതെന്ന് തോന്നിപ്പോവും. കാരണം അത്രയ്ക്ക് ഇവരുടെ മൈൻഡ് മാറുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.